അപ്പുറത്തെ നമ്മളെ ഇപ്പൊ നിൽക്കുന്ന നമ്മളെ ഗോൾഡൻ സിറ്റിയുടെ മുകളിലായിട്ട് തന്നെയാണ് നമ്മളെ ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ മൊത്തം ഗോൾഡൻ സിറ്റി കാണാം. നമുക്ക് അടിപൊളി. എനിക്ക് കണ്ണ് കാണുന്നില്ല, അത്രയും വെയിലായിട്ട് ഞാൻ കണ്ണാടി വെച്ച് എന്നിട്ട് എന്റെ കണ്ണിങ്ങനെ ആവണം. അത്രയും മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അവന്റെ കൈ ഇങ്ങനെ കാട്ടുന്നത് ഗൈസ്. അപ്പൊ നേരെ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് നമ്മള് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന്റെ അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. നമ്മളപ്പം ഗൈഡൊക്കെ ഉണ്ട്, അപ്പൊ ആളുകൾക്കും പറഞ്ഞു തരും. അടിപൊളിയല്ലേ? അതിൻ്റെ അകത്ത് കുറെ വീടുകള്, സ്റ്റോറുകളൊക്കെ ഉണ്ട്. സ്റ്റോറുകള് ഇവിടുത്തെ വീടുകൾക്ക് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എല്ലാ വീടും യെല്ലോ കളറാണ്. വെയിലടിക്കുമ്പോൾ ഗോൾഡ് ആയി നിൽക്കും. അതുകൊണ്ട് ഗോൾഡൻ സിറ്റിന്ന് ഒരു പേര് വന്നിട്ടുണ്ട് ഗൈസ്. ഗൈസ് അതാണ് ഫോട്ടോ. കണ്ട കുറേ പേര് മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. അടിപൊളി ഗൈസ്. ഇവിടെ കള്ളിൻ്റെ ഷോപ്പുകള്, ഡ്രസ്സ്, ഫുഡ് അതൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ പാൻറ്, ടീഷർട്ട്, നമുക്ക് തൊപ്പി ഗൈസ്. പിന്നെ ഇവിടെ ബൈക്ക് റെന്റിനൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഗൈസ് അടിപൊളിയല്ലേ? എടാ ഒന്ന് പിടിക്ക് ഗൈസ്. കണ്ട ബൈക്ക് റെന്റിനൊക്കെ കൊടുക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ എൻട്രൻസിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ണാടി വെച്ചിട്ടാവും ഗൈസ്. അവൻ കണ്ണാടി വെച്ച് ഗൈസ്. നമ്മളെ കോട്ടയിലെ ഫസ്റ്റ് ഗേറ്റ് ആണ്. ഈ കോട്ടയിൽ കൂടെ കണ്ടിട്ടാണ് നമ്മൾ അകത്തിക്കല്ലേ അല്ലേ? അകത്തിക്കല്ല ഗൈസ്. നമുക്ക് ഇനി അകത്തോട്ട് നടക്കാം. കമോൺ. അകത്തേക്ക് കടക്കുമ്പോ തന്നെ പ്രാവുകൾ പറക്കണ അടിപൊളി വ്യൂ ആണ്. അകത്തേക്ക് കടക്കുമ്പോ തന്നെ അകത്തേക്ക് കടക്കുമ്പോ തന്നെ കുറെ സംഭവങ്ങൾ വിൽക്കാണ്ട്, ബാഗ് ഒക്കെ കണ്ടു ഗൈസ്. പിന്നെ ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രാജസ്ഥാനിൽ കുറേ ഫോർട്ടുകൾ പോയിട്ടുണ്ട്. ഈ ഫോർട്ടിൽ മാത്രമാണ് ആൾക്കാർ താമസിക്കുന്നുള്ളത്. അതാണ് നമ്മളെ ഗൈഡ് പറഞ്ഞേക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേടാ? ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. സ്റ്റാച്ചു അങ്ങനത്തെ ഇല്ലേടാ? കുറേ ഉണ്ട് സ്റ്റാച്ചു. ഓ ഈ ഫോട്ടോ എന്തൊരു വലിയ ഫോട്ടോ. ഇത് മൊത്തം കറങ്ങാനൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാനുണ്ട്. പിന്നെ വെയിലടിക്കുമ്പോൾ കറക്റ്റ് ഗോൾഡൻ കളറായിട്ടാണ് നമുക്കിത് കാണുന്നത്. നല്ല അങ്ങോട്ട് മുകളിൽ പോയാൽ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. മറ്റേ സ്റ്റാച്ചു നിൽക്കും. ഗൈസ് ഈ സിറ്റിയിൽ 5000 പേര് താമസിക്കുന്നുണ്ട്. ഹോട്ടല്, റെസ്റ്റോറൻറ്റ് അങ്ങനെ ഗൈസ്. അവിടെ മുകളിലൊക്കെ ആയിട്ട് 5000 പേര് താമസിക്കുന്നുണ്ട്. അവിടെ വീട് പോലെ അവിടെ കണ്ട് ഗൈസ് കാണിച്ചിട്ട്. പിന്നെ ഇവിടെ ഫസ്റ്റ് ഗേറ്റ്, സെക്കൻഡ് ഗേറ്റ്, തേർഡ് ഗേറ്റ് അവിടെ ഉണ്ട്. അങ്ങനെ 4 ഗേറ്റ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഗേറ്റ് നമ്മൾ കടന്നത് കാണിച്ചെടുത്ത് യെസ്. അതാ ഒന്നാമത്തെ ഗേറ്റ്. ഇനി നമുക്ക് 3 ഗേറ്റും കൊണ്ട് കിടക്കാറുണ്ട്. പിന്നെ ഈ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ വേറൊരു യെല്ലോ സ്റ്റോണാണ്. ബട്ട് അത് വെയിലടിക്കുക നമുക്ക് ഗോൾഡൻ സ്റ്റോണായിട്ട് കാണും. അതുകൊണ്ടാണ് നമുക്ക് ഗോൾഡൻ സിറ്റി എന്ന് പേര് വന്നത്. പിന്നെ അവിടെ കുറേ നേരം ഒരു ഗോൾഡൻ ആള് നിൽക്കുന്നത്. ആളുടെ അടുത്ത് പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. ചേട്ടാ ഫോട്ടോ എടുക്കാം. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആളെ. അതിനെങ്ങാണ്ട് സ്റ്റാച്ചു പോലെ എടുക്കുന്നത് രസമുണ്ടല്ലേ? ആ ചോദിച്ചോക്കടെ. ഫോട്ടോ എടുക്കും. പൈസ കൊടുക്കണം. അത് ഒറിജിനൽ മാനാണ്. നമ്മൾ കാശ് എടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കും. കാശുണ്ടോ? ഗൈസ് കണ്ട അതേപോലെ നിൽക്കും ആള് പൈസ കൊടുക്കുമ്പോ. പ്രാവർക്ക് അടിപൊളി. ഇങ്ങനെ കുറേ വട്ടം പ്രാവ് പറന്ന് നോക്കി അങ്ങനെ കാണുമ്പോൾ ഭയങ്കര നല്ല രസമില്ല ഗൈസ്. എനിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. അച്ഛൻ്റെ പൈസ വാങ്ങിച്ചിട്ട് തരാം. പൈസ തരുമോ?
ഫോട്ടോ പൈസ ഗൈസ് അവിടെ സ്റ്റാച്ചു മാൻ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി നിൽക്കാം. ചേട്ടാ കൊടുത്തോ, നീ ചേട്ടൻ വേണം. അവര് ഫോട്ടോ എടുക്കാൻ പോയിട്ട് ചേട്ടനോടാണ് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ ഗൈസ്. നീ വായോ, നീ വാ. നമ്മള് ഫോട്ടോ എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു അല്ലേ. അവിടെ സ്റ്റാച്ചു പോലെ തന്നെ കാണിക്കുന്ന സംഭവമുണ്ട്. കണ്ണാടി, തൊപ്പി കാണിച്ചെടുത്ത്. ഗൈസ് അവിടെ ടോയ്സ് പോലത്തെ സംഭവം ഉണ്ട്, പാവക്കുട്ടി കൊണ്ട് ഉണ്ടാക്കിയത്. അടിപൊളി പെൻസില്, പേന. എനിക്കും വേണം. ഹായ്, നോക്ക് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു സംഭവം ഇല്ലേ ഗൈസ്. നമ്മൾ സെക്കൻഡ് ഗേറ്റിലേക്കാണ് പോകാൻ പോണ. കമോ പോലെ കിട്ടിയേക്കണ്. നല്ല രസമുണ്ട്. ഗൈസ് നമ്മളിനി ഗേറ്റിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ കടന്നിട്ടുണ്ട്. ഇത് തേർഡ് ഗേറ്റ് അല്ലേ ചേട്ടാ? തേർഡ് ഗേറ്റ് അല്ലേ ഇത്? നമ്മൾ തേർഡ് ഗേറ്റിലേക്കാ പോകാൻ പോണ്. ഈ ഗേറ്റാണ് നമ്മളെ ഗണേഷ് ഗേറ്റ്. നിറച്ച് പ്രാവ് നമ്മൾ തലയുടെ മുകളിൽ കൂടെ ഒക്കെ നടക്ക്. അടിപൊളി. നല്ല ഡ്രസ്സോള്. ഇതൊക്കെ ഹോം മെയ്ഡാന്ന് തോന്നുന്നു. ഇതൊക്കെ ക്യാമൽ ബോളുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല കട്ടിണ്ടാവില്ല. അപ്പൊ ഗൈസ് ഇതൊക്കെ കൈകൊണ്ട് തുന്നി പിടിപ്പിച്ചിട്ടുള്ള തുണികളാണ് ഗൈസ്. നല്ല രസമില്ലേ? ഗൈസ് അതൊക്കെ ഹോട്ടലോളാ. അടിപൊളിയില്ലേ? ഇവിടേക്ക് വന്നപ്പോ തണുപ്പായി തുടങ്ങി. ഇവിടെ ഡ്രസ്സോള്. They are wind gate. The 40 is last gate. So his name is wind gate. Only 24 is the wind. ഇത് വിൻഡ് ഗേറ്റ് ആണ്, ലാസ്റ്റ് ഗേറ്റ്. ഗൈസ് നമ്മൾ ലാസ്റ്റ് ഗേറ്റിലേക്ക് കടക്കാൻ പോണ്. വിൻഡ് ഗേറ്റ് അല്ലേ? വിൻഡ് ഗേറ്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോണ്. നല്ല രസമുണ്ടല്ലേ? അടിപൊളി. ഇങ്ങനെ കൊട്ടുമ്പോ ഡോറുണ്ടോ? നല്ല രസമുണ്ടല്ലേ? അടിപൊളി. ഇതൊക്കെ ഇങ്ങനെയായിരുന്നല്ലേ അവരുണ്ടാക്കുന്നത്? അടിപൊളി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇഷ്ടപ്പെട്ടു. മൊത്തം വാങ്ങുന്നുണ്ട് ഗൈസ്. ചേട്ടൻ്റെ പറഞ്ഞ മേജ്
ഇത് വിൻഡിഗേറ്റ് ആണ്. മെയ് ജൂണിലൊക്കെ ഭയങ്കര കാറ്റായിരിക്കും, അതുകൊണ്ടാണ് വിൻഡിഗേറ്റിന് ഇതിന് പേര് വന്ന്. അപ്പോ ഏത് ഫോർട്ടിൽ പോയാലും നിറച്ച് പ്രാവുകൾ, അതിന്റെ തലയുടെ മുകളിൽ കുറേ പ്രാവുകൾ നടക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ അടിപൊളി. എന്തൊരു വലിയ ഗേറ്റാണല്ലേ, ഹോള്. ഓ, ഇതൊക്കെ ഹോം മെയ്ഡാണ്, കയ്യുകൊണ്ട് തുന്നി പിടിപ്പിക്കാനാണ് ഗൈസ്. അടിപൊളിയല്ലേ ഡ്രസ്സുകള് ഗൈസ്. ഇവിടെ വേറെ ടൈപ്പിലുള്ള ഡ്രസ്സുകള്, പാൻറ്. നോക്ക്, ഒരു ഡ്രസ്സിന് കോട്ടൺ ഉണ്ട്. ഗൈഡ് പറഞ്ഞതാണ് ഗൈസ് നമുക്ക്. അടുത്ത ടെമ്പിളാണ്. ഗൈസ് ഇത് മഹാരാജാവ് പാലസ്, ഇത് മഹാറാണി പാലസ്. രണ്ടിനും രണ്ട് പാലസ് ഇല്ലേ. ഇത് മഹാറാണിയുടെ, അടുത്തത് ചിൽഡ്രൻസിന്റെ പാലസ്. ഗൈസ് ഇത് എല്ലാ ഡിസൈനുകളൊക്കെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാ. അടിപൊളി. എങ്ങനെ ഉണ്ടാക്കുന്നത്? ഓ, അതൊക്കെ ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ടെമ്പിൾ, ലക്ഷ്മി നാരായണൻ ടെമ്പിള്. നമ്മൾ പറത്തിക്കൊന്നും കയറുന്നില്ല, നേരെ ഗൈസ്. ഇവിടെ കുറേ ടെമ്പിളുണ്ട്. ഇതും ടെമ്പിളാണ്. പിന്നെ മഹാരാജ കുരു അല്ലേ, കുരു ഗൈസ്. പിന്നെ ഈ ഫോർട്ടിൽ കുറേ പേര് താമസിക്കുന്നുണ്ട്. അവരെന്നെ ഉണ്ടാക്കിയതാണ് ഈ കടക്കാർ കൊണ്ടുപോയി വിൽക്കുന്നത്. അടിപൊളി സംഭവം അല്ലേ. ആ ഗൈസ്, നമുക്ക് അടിപൊളി നാച്ചുറാലിറ്റി പെയിന്റിങ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ക്യാമലും ആ ചീച്ചപ്പുലിയിട്ട് എനിക്ക് രണ്ടെണ്ണം ഭയങ്കര ഇഷ്ടമായി. ഓ, അടിപൊളി ഗൈസ്. നല്ല റേറ്റ് ഉണ്ട്. ഒരു ഫോട്ടോക്ക് 2500 രൂപയാണ്. അന്നേരം നല്ല രസത്തിൽ വരച്ചിട്ടുണ്ട് അവര്. 2500 രൂപയ്ക്കൊന്നുമില്ല. ഗൈസ് രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ നല്ല രസമുണ്ടല്ലേ അവിടെ. ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഓ, അടിപൊളി. വിൻഡ് നോക്ക് അവിടുത്തെ കാണാം. ഞാൻ ഓ, ഇതിലെങ്ങനെ പോയാലോ, തൊടാൻ പറ്റില്ല. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഓ, നല്ല തണുപ്പുണ്ട് ഇത് വെക്കുമ്പോ തന്നെ. അടിപൊളി. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഈപ്പി മാഗി ഒക്കെ ഉണ്ട് വെച്ചോടെ. ഈപ്പി മാഗി. ഇതാണ് നമ്മളെ ഫോർട്ടിന്റെ അകത്തുള്ള ഹോട്ടൽ ഗൈസ്.
ഗൈസ് ഇത് 350 വർഷം മുൻപ് കൈകൊണ്ട് ചെത്തി കൊത്തി ഉണ്ടാക്കിയ പാലസാണ് ഗൈസ്. ഇതും ഓ ഗൈസ് സൂപ്പർ പെയിന്റിംഗ് നല്ല രസമുണ്ട് ചേട്ടാ. ഗൈസ് ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട ചൂട് നൂഡിൽസ് ഒക്കെ കിട്ടും. Old silver, Jaisalmer. Original silver, Jaisalmer. You know, silver is Pakistan, Kabul, the silver, the old silver market. Silver market. ഗൈസ് അതൊക്കെ സിൽവർ മാർക്കറ്റോളാണ് അവിടെയൊക്കെ ഉള്ളത്. ഓ അടിപൊളി. ഓ അവിടെ ഉണ്ട്, അവിടെ മാർക്കറ്റോളുണ്ടെന്ന്. ഗൈസ് നമ്മളെ മാഗി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്കും ചേട്ടനും ഉള്ളതാണ്. ഗൈസ് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഗൈസ് നമുക്ക് ടേസ്റ്റ് നോക്കാം. അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ മാഗി നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എല്ലായിടത്തും ഒരേപോലെ എന്നാലും ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ചേട്ടനോടെ കഴിക്കുന്ന ഗൈസ് ഒരേപോലത്തെ അല്ലേ നമ്മുടെ. അപ്പുറം നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ബൈ.